അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കി, അത്തരത്തിലുള്ള ആരൊക്കെയാണോ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരുടെ കേസുകളിൽ CPM ഇടപെടില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരൺചന്ദ്രൻ്റെ പേരിലുള്ള കാപ്പ കേസിൽ CPM ഇടപെട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കേസിൽ തുടർ നടപടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ കേസിൻ്റെ എത്രയാണോ ഗൗരവം, ആ കേസ് അദ്ദേഹം നടത്തി തീർക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമാണ്. അതൊന്നും പാർട്ടി ഏറ്റെടുക്കുന്ന പ്രശ്നമേ ഇല്ല. അന്ന് ഞങ്ങൾക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ആക്ഷേപങ്ങളും ഇതോടുകൂടി ഇല്ലാതായിരിക്കുക. അല്ല, കേസിൽ പ്രതി എന്ന നിലയിൽ അദ്ദേഹത്തിന് കേസിൽ എന്ത് ശിക്ഷയാണോ കിട്ടുക ആ ശിക്ഷ അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹം അതുകൊണ്ട് ഒരു ഭാരവാഹിയായി വരുന്നതിനകത്ത് എന്താ തടസ്സം? കാരണം ഈ പാർട്ടിക്കകത്ത് കേസിൽ പ്രതികളായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഞങ്ങളുടെ തന്നെ നിരപരാധികളായ എത്രയോ ആളുകളെ ഈ കാപ്പ കേസിൽ പ്രതിയാക്കി നാട് കടത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഭരണകക്ഷി MLAമാരായിരുന്നവരുടെ മക്കളെ പോലും അത്തരത്തിലേക്ക് നടപടിയുടെ ഭാഗമായി വന്നിട്ടില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്നോടൊപ്പം നിയമസഭയിലുണ്ടായിരുന്ന MLAമാരുടെ മക്കളടക്കം കാപ്പ കേസിൽ പ്രതിയായി അവരെ നാട് കടത്തിയിട്ടുണ്ട്. അതെല്ലാം സത്യസന്ധമായിരുന്നോ എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ചിലത് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്, ചിലത് ബോധപൂർവ്വം ഉൾപ്പെടുത്തിയതുണ്ടാവും. രണ്ടും ഇക്കാര്യത്തിലുണ്ടാവും. അതെല്ലാം അത് പരിഗണിക്കുന്ന സമിതികൾ അത് പരിശോധിച്ചാണ് മറ്റു നടപടികളിലേക്ക് പോണത്. ആ നടപടിയിൽ പാർട്ടി ഇടപെടത്തില്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ ആളുകളെ മർദ്ദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. ആ കേസെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് ഇപ്പം ചേരുന്നതിനകത്തൊരു തടസ്സമായി നമുക്ക് വരുന്നതിനകത്ത് അർത്ഥമില്ല. വ്യത്യസ്തമായിട്ടുള്ള കേസുകളിൽ പ്രതിയായി എന്നുള്ളത് പാർട്ടിയിലേക്ക് വരുന്നതിന് തടസ്സമല്ല. ഞങ്ങളൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, നാട്ടുകാർ വെറുക്കുന്ന ആളുകൾ, വെറുക്കപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഒഴികെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിനകത്തിപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാത്മാഗാന്ധി പ്രതിയായിട്ടില്ലേ? അപ്പം അത് കേസിൽ പ്രതിയാവുന്നത് ഒരാളെ അഗ്നിശുദ്ധി വരുത്തി വരേണ്ട ആളാണ് എന്നൊരു ധാരണയൊന്നും ഞങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞത് കേസിൽ പ്രതിയാവുക എന്നത് അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. അത് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞു. പാർട്ടി എടുത്ത നിലപാട് ശരിയാണ് എന്ന് വരുന്നതാണ് ഇന്നത്തെ ഈ നടപടി. അതായത് ഏത് കേസിൽ പ്രതിയാണെങ്കിലും പാർട്ടി അവരെ സംരക്ഷിക്കത്തില്ല, കേസ് നടത്തിപ്പിന് പാർട്ടിയുടെ സഹായം ലഭിക്കത്തില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇദ്ദേഹത്തെ നാട് കടത്തിയിരിക്കുന്നത്.